പ്രൈസ്തലോ. ഹല്ലേലൂയ. തിരുവചന ധ്യാനത്തിലേക്ക് യേശുനാമത്തിൽ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമക്കളെ, ഇന്ന് വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് ദൈവത്തിൻ്റെ പ്രിയരെ ദാസൻ സാബു സഹോദരനാണ്. സാബു ബ്രദറിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് മാത്രം ശുശ്രൂഷ ഏറ്റെടുത്ത് നയിക്കാനായി പുതിയ ബോധ്യങ്ങൾ, പുതിയ ശക്തി, പുതിയ ഉണർവ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭവനങ്ങൾക്കും ഉണ്ടാകാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19:10 ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. സക്കായിയുടെ വീട്ടിൽ ചെന്ന് യേശു തമ്പുരാൻ പറയുന്ന വേദഭാഗമാണ്. ദൈവമക്കളെ, സക്കായി പാപത്തെ ഉപേക്ഷിച്ചു. ഭവനത്തിൽ യേശു വന്നപ്പോൾ ആ വീടിന് രക്ഷ വന്നു എന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. കണ്ടോ, യേശു ഒരു വീട്ടിൽ വന്നാൽ ആ വീടിന് രക്ഷയാണ്, ആ കുടുംബത്തിന് മുഴുവനും രക്ഷയുടെ അനുഭവം. കഫർന്നഹൂമിലെ ഭവനത്തിൽ യേശു തമ്പുരാൻ കടന്നു ചെന്നപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ തളർവാദരോഗിയായ തളർന്നു കിടന്ന മനുഷ്യനെ കട്ടിലോടുകൂടെ യേശു ഇരുന്ന മുറിയിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ആ മകന് പാപമോചനം കൊടുത്തു. ആ തളർന്നു കിടന്ന മകനോട് കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു. സൗഖ്യം കിട്ടി. ഹല്ലേലൂയ. ഇവിടെ ഇതാ സക്കായുടെ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഭവനത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ വചന കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ. വ്യക്തിപരമായി മാത്രമല്ല, കുടുംബമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് ഉയർന്നു വരാൻ ദൈവമേ ഇന്നത്തെ വചന കേൾവി മുഖാന്തരമാക്കി തീർക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബം പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം ആ കുടുംബത്തെ അളവില്ലാതെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ ഭവനത്തിന് വേണ്ടി, അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് വരെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്ത എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ധ്യാനകേന്ദ്രം ദാനമായി തന്ന മകന് നിത്യശാന്തി നൽകണമേ. കുടുംബമായി തലമുറയായി ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ധ്യാനകേന്ദ്രത്തിലെ വന്യാചാര്യന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും എല്ലാ ശുശ്രൂഷകളെയും താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. നമുക്ക് ഓഗസ്റ്റ് 7-ാം തീയതി ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിച്ച് 10-ാം തീയതി അവസാനിക്കുന്നു. ധാരാളം മക്കൾ കടന്നു വന്ന് ധ്യാനത്തിൽ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിൽ നിറഞ്ഞ് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി പുതുപുത്തൻ ജീവിതം നയിക്കുന്നു. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. എല്ലാ ശനിയാഴ്ചയും 10 മണി മുതൽ 1 മണി വരെ ധ്യാനമുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം ഈ തിരുവചന ധ്യാനം, അതുപോലെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റ്, ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, വചനധ്യാനം എല്ലാം ഉണ്ട്. അതിനെല്ലാം വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ദൈവം അളവില്ലാതെ നമ്മെ അനുഗ്രഹിക്കാൻ, അനേകം ആത്മാക്കൾ സ്വർഗത്തിലെത്താൻ ഇതെല്ലാം, ഈ ശുശ്രൂഷകളെല്ലാം മുഖാന്തരമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിൽ പ്രിയരെ, അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വായിച്ച വചനം നിൻ്റെ കരങ്ങളേൽപ്പിക്കുന്നു. കർത്താവേ, അതിൽ കൂടെ നീ ഞങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, വ്യക്തമായി നീ ഞങ്ങളോട് സംസാരിക്കണം. അടിയൻ കുറവുള്ളവനാൽ ക്രൂശിനെ മറയിൽ മാറ്റി നിർത്തണം. തിരുനാമം മാത്രം മഹത്വം എടുപ്പാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ദൈവനാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഗലാത്യ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ തൻ്റെ ജീവിതത്തോട് ചേർത്ത് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ വായിച്ചത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന്.
പഠിക്കുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് പ്രശംസിപ്പാൻ ധാരാളം ഉണ്ടായിരുന്നു. ഭൗതികമായിട്ട് സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചവൻ, സാമൂഹികമായി റോമാ പൗരത്വമുള്ളവൻ, യഹൂദന്മാരുടെ പരിഗണിക്കുകയാണെങ്കിൽ ന്യായപ്രമാണം പഠിച്ച് ഒരു പരീശനായിട്ട് തീർന്നവൻ, സഭയിൽ ഉന്നതമായ സ്ഥാനവും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് ഉണ്ടായിരുന്നല്ലോ. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിലായിരിക്കുമ്പോഴും അപ്പോസ്തലൻ പറയുകയാണ്, ഇതിലൊന്നും പ്രശംസിപ്പാനായിട്ട് ഇടയാകരുത് എന്ന് പറയുകയാണ്. നാം എല്ലാവരും ഇന്ന് പ്രശംസിപ്പാൻ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിൽ ധാരാളമായിട്ട് പ്രശംസിപ്പാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പലരും ഇല്ലാത്തതുണ്ടെന്ന് ഭാവിച്ച് പ്രശംസിപ്പാൻ ശ്രമിക്കുന്നവരാണ്. ലോകത്തിൽ തന്നെ മനുഷ്യൻ ഇന്ന് അധികവും വ്യയം ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസ ലഭിക്കേണ്ടതിനാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഇത്രയും കാര്യങ്ങൾ പ്രശംസിപ്പാൻ ഉള്ളവനായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അതിലൊന്നും പ്രശംസിപ്പാൻ ഇടയാകരുത് എന്ന് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയും അതിൻ്റെ ഒരു കാരണം മറ്റൊരു കാര്യം അപ്പോസ്തലന് പ്രശംസിക്കാനുണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ വായിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ എനിക്ക് പ്രശംസിപ്പാനുണ്ട് എന്ന് തന്നെയാണ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. യേശുവിൻ്റെ ക്രൂശിൽ എന്താണ് പ്രശംസിപ്പാനായിട്ട് ഉള്ളത് എന്നുള്ളതാണ് ഈ സമയത്ത് നാം ചിന്തിപ്പാനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മെ രക്ഷിപ്പാൻ സ്വർഗം ചായച്ചിറങ്ങി വന്ന കർത്താവായ യേശു, അവൻ തൻ്റെ ജീവിതം ഈ ക്രൂശിൽ തൻ്റെ മരണത്തോടെയാണല്ലോ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചത്. സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് നമുക്കറിയാം. ആ വിഷയമാണ് ഇവിടെ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത്. യേശുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത് എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. എന്താണ് യേശുവിൻ്റെ ക്രൂശിൽ പ്രശംസിപ്പാനായിട്ട് ഉള്ളത്? അപ്പോസ്തലൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? നാം അതിനോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ 1 പത്രോസ് 2:24 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കും. പത്രോസ് അപ്പോസ്തലൻ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കുകയാണ്. തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി എന്നുള്ളതാണ്. യേശു എന്തിനാണ് ക്രൂശിൽ മരിച്ചത് എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതല്ല, എന്തെങ്കിലും യഹൂദന്മാരുടെ പ്രത്യേക താല്പര്യം കൊണ്ട് സംഭവിച്ചതല്ല. പിന്നെയോ നമ്മുടെ പാപങ്ങളെ ചുമക്കുവാനാണ് അവൻ ക്രൂശിൽ കയറിയത്. ഒരു മനുഷ്യൻ്റെ പാപം മറ്റാരും ഏറ്റെടുക്കുകയില്ല. ഈ ലോകത്ത് നമുക്കറിയാം, ഓരോരുത്തരും അവനവൻ്റെ പാപമാണ് വഹിക്കേണ്ടത്. മനുഷ്യജാതിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പാപം എന്നുള്ളതാണ്. നാം ലോകത്തിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ വിവിധങ്ങളായ മതങ്ങളുണ്ട്. എല്ലാ മതങ്ങളും ഒരു കാര്യത്തിൽ യോജിക്കുന്നുണ്ട്, മനുഷ്യൻ പാപിയാണ്, അവൻ്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള വിഷയം എല്ലാ മതങ്ങളും ഊന്നി പറയുന്നുണ്ട്. എന്നാൽ പാപത്തിൻ്റെ പരിഹാരം അത് പലപ്പോഴും അന്വേഷിക്കുമ്പോൾ പലരും സൈലൻ്റ് ആവുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വന്നത് പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി തന്നെയാണ്. അവൻ ഈ ലോകത്തിലേക്ക് വന്നത് ആ ഒരൊറ്റ ഉദ്ദേശത്തിലാണ്. പലപ്പോഴും നാം കർത്താവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. പാപം ചെയ്യുന്ന മനുഷ്യന് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളുണ്ട്. നാം വായിക്കുന്നത് റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ അവൻ ഏത് സാഹചര്യത്തിൽ ജീവിച്ചാൽ, അവൻ എത്രമാത്രം സൂക്ഷ്മതയോടെ ജീവിച്ചാൽ പാപത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കാനായിട്ട് കഴിയാതെ പോകുന്നുണ്ട്. കാരണം സങ്കീർത്തനം വായിക്കുമ്പോൾ എൻ്റെ അമ്മ പാപത്തിൽ എന്നെ ഗർഭം ധരിച്ചു എന്ന് ദാവീദ് പറയും പോലെ ഏത് മനുഷ്യനും പാപത്തിലാണ് പിറക്കുന്നത്. വായിക്കുന്നത് ആദാം ഏകൻ്റെ ലംഘനത്താൽ എല്ലാവരും പാപികളായി തീർന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും പാപത്തിലേക്കാണ് ഒരു അട്രാക്ഷൻ ഉള്ളത്. നോർമലായിട്ട് ജീവിക്കുമ്പോൾ പാപത്തിലേക്ക് വീഴാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മനുഷ്യൻ എത്ര ശ്രദ്ധിച്ചാലും അവൻ്റെ ജീവിതത്തിൽ പിന്നെയും പാപത്തിൻ്റെ കടന്നുവരവ് ഉറപ്പായിട്ടും കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ മനുഷ്യൻ പാപത്തെക്കുറിച്ച് ആര് ചിന്തിക്കും? ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതയും മാറാൻ പാപത്തിൻ്റെ മേലൊരു ജയം മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ മേൽ ജയം കൊണ്ട ജീവിതമാണ്.
യോഹന്നാൻ ഒന്നാമത്തെ ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനത് നിങ്ങൾക്ക് എഴുതുന്നു എന്നാണ്. പാപം ചെയ്തെങ്കിലോ യേശുക്രിസ്തു എന്ന ഒരു കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ ഉണ്ടെന്നാണ്. പലപ്പോഴും നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യത്തെ താല്പര്യം കാണിക്കുമ്പോൾ ഒന്നാമത് അപ്പോസ്തലൻ പറഞ്ഞ കാര്യത്തിൽ പലപ്പോഴും വിമുഖത കാണിക്കുകയാണ്. പാപം ചെയ്യാതിരിപ്പാൻ ഞാനത് നിങ്ങൾക്ക് എഴുതുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊരു വലിയ ആഗ്രഹമുണ്ടാകണം, പാപത്തിൻ്റെ മേലൊരു ജയം പ്രാപിപ്പാൻ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും പാപം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ആശ്വസിക്കുകയാണ്, എല്ലാവരും പാപം ചെയ്യുന്നുണ്ട്. ആരാണ് പാപം ചെയ്യാത്തത്? എന്നാൽ സ്വർഗത്തിലെ ദൈവം അവൻ വിശുദ്ധനായ ദൈവമാണ്. അവൻ പാപങ്ങൾക്ക് അതീതനായ ദൈവമാണ്. അവൻ ഒരു പാപവും ചെയ്തവനല്ല. യേശുവിനെ മാറി മാറി 5 കോടതി വിസ്തരിച്ചിട്ട് അവനിൽ ഒരു കുറ്റവും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. പിലാത്തോസ് എഴുതിയ വിധിവാചകം, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്നാണ്. ഒരു പാപം ചെയ്യാത്തവനാണ് നമുക്ക് വേണ്ടി മരിച്ചത്. എന്നാൽ നമുക്ക് നമ്മുടെ പാപത്തെക്കുറിച്ച് എത്രമാത്രം ചിന്തിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ജോൺ ബെനീൻ എഴുതിയൊരു പുസ്തകമുണ്ട്, ദ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ കുറിച്ച് വളരെ വ്യക്തമായി ഒരു കഥ പോലെ വിവരിക്കുന്നുണ്ട്. എൻ്റെ മെയിൻ കഥാപാത്രം ക്രിസ്ത്യൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്, വലിയ വിലാപം നടത്തുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ചുമലിൽ വലിയൊരു ഭാണ്ഡമുണ്ട്. ആ ഭാണ്ഡത്തിൻ്റെ വെയിറ്റ് കൊണ്ടാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട്. അദ്ദേഹം കൂനിയാണ് നടക്കുന്നത്, നിവർന്ന് നടക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ആ മനുഷ്യൻ എപ്പോഴും ആരെ കണ്ടാലും ചോദിക്കുന്നത്, ആരെന്നെ സഹായിക്കും? ഈ ഭാണ്ഡമൊന്ന് മാറ്റി തരാൻ ആർക്ക് കഴിയും? പലരും കടന്നു വന്നു, ആർക്കും കഴിഞ്ഞില്ല. ആ ഭാണ്ഡത്തിൽ എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, സിൻ എന്നാണ്. ആ മനുഷ്യൻ ചെയ്ത പാപമെല്ലാം ഒരു ഭാണ്ഡമാക്കി അദ്ദേഹത്തിന് ചുമലിൽ കൊടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ പറയട്ടെ, നാം ചെയ്ത പാപം എത്ര ചെറുതായാലും വലുതായാലും അത് നമ്മുടെ ചുമലിൽ തന്നെയുണ്ട്. അതിൻ്റെ ഭാരം നാം തന്നെ വഹിക്കണം. അത് നമ്മുടെ ചുമലിൽ തന്നെ ഉണ്ടാകും. നാം അത് ചുമന്നുകൊണ്ട് തന്നെ നടക്കണം. ഈ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവൻ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ഇവാഞ്ചലിസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ അവിടെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, സഹോദര, ദൂരെ ഒരു വെളിച്ചം കാണുന്നില്ലേ? അങ്ങോട്ട് യാത്ര ചെയ്യുക. അവിടെ ചെന്നാൽ നിൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ആ പുസ്തകം പിന്നീട് വിവരിക്കുന്നത്, ഈ ക്രിസ്ത്യൻ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ്. അവനങ്ങനെ നടന്ന് ആ സ്ഥലത്തെത്തുകയാണ്. ചെന്നപ്പോൾ ഒരു ചെറിയ കുന്നാണ്. അവനത് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ബോർഡുണ്ട്. മറ്റൊന്നും അവിടെ ഇല്ല, ആരെയും കാണാനില്ല. ആ മനുഷ്യൻ ആ ബോർഡിൻ്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരുന്നു ആ ബോർഡിൽ, ദ ക്രോസ് ഓഫ് കാൽവരി, കാൽവരിയിലെ കുരിശ്. മനുഷ്യൻ്റെ ചുവട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു തുള്ളി രക്തം അവൻ്റെ തലയിലേക്ക് വീണു. ആ നിമിഷം അവൻ്റെ ഭാണ്ഡം അവൻ്റെ ചുമലിൽ നിന്ന് ഉരുണ്ടു താഴേക്ക് പോകുന്നതായിട്ട് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ മനുഷ്യൻ വലിയ സന്തോഷവാനായിട്ട് മാറി, കാരണം അവൻ്റെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് യേശുവിൻ്റെ ക്രൂശിൽ പ്രശംസിക്കുന്നതിൻ്റെ കാരണം അവൻ ജീവിതത്തിൽ ഈ സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. യേശുവിൻ്റെ ക്രൂശ് പാപത്തിന് പരിഹാരം വന്ന സ്ഥലമാണ്. ഈ ലോകത്തിലെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം യേശുവിൻ്റെ കാൽവരി ക്രൂശിലുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം 1:7 നാം വായിക്കുന്നത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മൾ നിങ്ങളുടെ പാപം എത്ര ചെറുതായാലും എത്ര വലുതായാലും അതിന് പരിഹാരം യേശുവിൻ്റെ ക്രൂശിലുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് യേശുവിനെ ക്രൂശിൽ പ്രശംസിക്കാനായിട്ട് താല്പര്യപ്പെട്ടതിൻ്റെ ഒന്നാമത്തെ കാരണം നാം ഇവിടെ കാണുന്നു. അത് പാപത്തിന് പരിഹാരം വരുത്തിയ സ്ഥലമായതുകൊണ്ടാണ്. രണ്ടാമത്തെ വിഷയം നാം അതിനോട് ചേർന്ന് തന്നെ കാണുന്നുണ്ട്. നാം ആ വാക്യത്തിൽ വായിച്ചത്, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നെന്ന്. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ ജയം കിട്ടുമ്പോൾ അതിന് കൂടെ ഗിഫ്റ്റായിട്ട് ലഭിക്കുന്ന കാര്യമാണ് രോഗത്തിൻ്റെ മേലുള്ള സൗഖ്യം. യേശു ക്രൂശിൽ മരിച്ചത് രോഗസൗഖ്യത്തിനായിട്ടല്ല, പാപത്തിൻ്റെ മേൽ ജയം തരാനാണ്. എന്നാൽ അവൻ ആ ക്രൂശിൽ മരിക്കുമ്പോൾ പാപക്ഷമ തരുമ്പോൾ അതിനോട് ചേർന്ന് തരുന്ന വിഷയമാണ് രോഗസൗഖ്യം. മനുഷ്യൻ്റെ രണ്ടാമത്തെ പ്രശ്നമാണ് രോഗം. ഇന്ന് മനുഷ്യർ രോഗത്താൽ വലയുകയാണ്. രോഗമില്ലാത്തൊരു മനുഷ്യന് ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയില്ല. വിവിധങ്ങളായിരിക്കുന്ന രോഗങ്ങളാൽ മനുഷ്യൻ എപ്പോഴും ഭാരത്തിലാണ്.
എല്ലാ മനുഷ്യർക്കും ഒരു ആഗ്രഹമുണ്ട്, ഇതിൽ നിന്നൊരു സൗഖ്യം കിട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ അന്വേഷിച്ച് ചെല്ലുന്നിടത്തൊന്നും ഇതിന് ഉത്തരമില്ല. അത്യന്താധുനിക ശാസ്ത്രം അനേക ചികിത്സാ വിധികൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. സൗഖ്യം തരാം എന്ന് ആരും ഓഫർ ചെയ്യുന്നില്ല. അവർ ട്രീറ്റ്മെൻറ്റ് തരും, ഒരുപക്ഷെ സൗഖ്യമായേക്കാം. എന്നാൽ സൗഖ്യം തരാമെന്ന് പറയുന്ന ഒരുവനുണ്ട്. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന്. സ്വർഗത്തിലെ ദൈവം അവൻ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവനിന്ന് മനസ്സുള്ളവനാണ് നമ്മെ സൗഖ്യമാക്കാൻ. ഏത് രോഗത്തിൻ്റെ മേലും സൗഖ്യം തരാൻ അവൻ മതിയായതാണ്. യെശയ്യാപ്രവചനം നാം വായിക്കുന്നത് 53-ാം അധ്യായത്തിൻ്റെ 4-6 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. പ്രിയമുള്ളവരെ, അവൻ്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കും. എന്നാൽ ഇന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യർക്ക് രോഗസൗഖ്യം മതി, പാപത്തിൻ്റെ മേൽ സൗഖ്യം വേണ്ട. അതുകൊണ്ട് തന്നെ പലരും ഇത് പ്രാപിക്കുന്നില്ല. നാം വായിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. അവർ വിശ്വാസം കണ്ടിട്ട് അവൻ പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷപാതക്കാരൻ യേശുവിനൊക്കെ കൊണ്ടുവന്നിട്ട് അവൻ്റെ രോഗത്തെ അല്ല ചികിത്സിച്ചത്, പിന്നെയോ അവൻ്റെ പാപത്തെയാണ്. നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്ന കർത്താവ് പറഞ്ഞത്. തുറന്ന് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനോട് കിടക്കെടുത്തുകൊണ്ട് പോകാനായിട്ട് കർത്താവ് പറയുകയും അവൻ സൗഖ്യം പ്രാപിച്ചവനായിട്ട് അവിടുന്ന് കിടക്കെടുത്തുകൊണ്ട് പോകുന്നത് നാം കാണുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഓർക്കണം, പാപസൗഖ്യം പ്രാപിച്ചവനാണ് കർത്താവ് രോഗത്തിൻ്റെ മേൽ സൗഖ്യം കൊടുക്കുന്നത്. യേശുവിൻ്റെ ക്രൂശ് പൗലോസിന് പ്രശംസാ വിഷയമായതിൻ്റെ 2-ാമത്തെ കാരണം ഇത് രോഗത്തിൻ്റെ മേൽ സൗഖ്യം കൊണ്ടതാണ്. പറയട്ടെ, പാപത്തിൻ്റെ മേൽ ജയം കൊണ്ട ഒരേ ഒരു സ്ഥലം അത് യേശുവിൻ്റെ ക്രൂശാണ്. രോഗത്തിൻ്റെ മേൽ സൗഖ്യം തരാൻ അതിനൊരു സ്ഥലമുള്ളത് യേശുവിൻ്റെ ക്രൂശാണ്. 3-ാമത്തെ വിഷയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കും. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ 3-ാമത്തെ പ്രശ്നമാണ് ശാപം. ലോകത്തിൽ പലരും അതിന് പരിഹാരം അന്വേഷിച്ചോടുന്നുണ്ട്. എന്നാൽ നാം കാണുന്ന കാഴ്ച ശാപത്തിനൊരു പരിഹാരം എങ്ങും കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ശാപം അനുഭവിച്ച് തീർക്കണമെന്നാണ് ലോകത്തിൻ്റെ പ്രമാണം. അനേകർ അതുകൊണ്ട് വലയുന്നുണ്ട്. ഇസ്രയേലിനോടാണ്, യഹൂദന്മാരോടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇത് പറയുന്നത്. അവർക്ക് നന്നായിട്ട് അറിയാം. ന്യായപ്രമാണ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 28-ാം അധ്യായത്തിന് 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അനുഗ്രഹത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ 15 മുതലുള്ള വാക്യങ്ങൾ ശാപത്തെക്കുറിച്ചാണ്. അവിടെ രേഖപ്പെടുത്തിയത്, ഞാനിന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങളെ കേട്ട് നീ അനുസരിക്കാതെ പോയാൽ ഈ ശാപമെല്ലാം നിനക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല അനർത്ഥങ്ങളും നാം ഇതിനോട് ചേർത്ത് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. ദൈവ കൽപ്പന അനുസരിക്കാൻ മനസ്സില്ലാതിരിക്കുക എന്നുള്ളത് വലിയ ശാപത്തിന് കാരണമായിട്ട് തീരും. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം അതിന് 22-ാം വാക്യത്തിനും അങ്ങനെ എഴുതിയിട്ടുണ്ട്, കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന്. പ്രിയമുള്ളവരെ, ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ശാപം വരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ശാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയാകാതെ സൂക്ഷ്മതയോടെ ജീവിപ്പാൻ, നമ്മുടെ വായിലൊരു ശാപം ഉണ്ടാകാതിരിപ്പാൻ നാം വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പറയട്ടെ, ഈ ശാപത്തിന് എന്ത് പരിഹാരം? ഇവിടെ നാം അതിൻ്റെ ഉത്തരവ് നാം ഇവിടെ കാണുന്നുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. കാൽവരി ക്രൂശിൽ അവൻ നമ്മെ വില കൊടുത്തു വാങ്ങിയിരിക്കുകയാണ് ശാപത്തിൽ നിന്നും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശാപത്തിനും പരിഹാരമുണ്ടെന്ന്. മറ്റൊരു സ്ഥലത്തും ഇതിന് പരിഹാരമില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കാൽവരി ക്രൂശ് ശാപത്തിൻ്റെ മേൽ ജയം കൊണ്ട ഇടമാണ്. മനുഷ്യൻ പരിഹാരമില്ലാതെ അന്വേഷിച്ച് അലയുമ്പോൾ വളരെ സന്തോഷത്തിൻ്റെ ഒരു വർത്തമാനം നമുക്കിവിടെ ഉണ്ട്. എത്ര പഴകിയ ശാപമാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തതിൻ്റെ പരിണിത ഫലമായിട്ട് കടന്നു വന്ന ശാപമാണെങ്കിലും,
അതിനെല്ലാം പരിഹാരം യേശുവിൻ്റെ കാൽവരി ക്രൂശിലുണ്ട്. ഇന്ന് നീ അവിടെ കടന്നു വരുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തം ശാപത്തിൻ്റെ മേൽ നിനക്ക് ജയം തരുന്നതാണ്. മറ്റൊരു വിഷയം, എബ്രായർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ഈ വാക്യത്തിൽ നമുക്ക് 2 കാര്യം കാണാനായിട്ട് കഴിയും. ഒന്നാമത്തെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് പിശാചിനെ കുറിച്ചാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആരെയാണ് ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പിശാച് എന്ന് തന്നെയായിരിക്കും. ഇന്ന് ലോകം ഒരുപാട് പുരോഗമിച്ചിട്ടും മനുഷ്യൻ പിശാചിനെ ഭയപ്പെടുന്നവരാണ്. ദൈവത്തെക്കാൾ കൂടുതൽ അനേകർ പിശാചിനെയാണ് ഭയപ്പെടുന്നത്. പത്രോസിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമക്കളുടെ ഏറ്റവും വലിയ ശത്രുവാണ് പിശാച്, മനുഷ്യരല്ല, മറ്റെന്തെങ്കിലും സംവിധാനങ്ങളല്ല. പിശാച് അവന് ശത്രുവാണ്. കാരണം എങ്ങനെ വീഴിക്കാം എന്നവൻ പരിശ്രമിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ദൈവമക്കളുടെ മുമ്പിൽ പിശാചിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അനേകർ ആ പിശാചിനെ ഭയപ്പെടുകയാണ്. എന്നാൽ എന്താണ് ഇവിടെ പറഞ്ഞത്? മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ യേശു തൻ്റെ മരണത്താൽ നീക്കിയെന്നാണ്. കാൽവരി ക്രൂശ് പിശാചിൻ്റെ മേൽ ജയം കൊണ്ട ഇടമാണ്. കൊലോസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവൻ ക്രൂശിൽ വെച്ച് പിശാചിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ശത്രു തോറ്റവനാണ്. യേശു ഒരിക്കലായിട്ട് അവനെ തോൽപ്പിച്ചതാണ്. അവനെ തോൽപ്പിച്ച ഇടമാണ് കാൽവരി ക്രൂശ്. അതുകൊണ്ട് തന്നെ നമുക്കിനി പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ക്രൂശ് വലിയ ജയത്തിൻ്റെ അടയാളമാണ്. പിശാചിനെ, നമ്മുടെ ശത്രുവായിരിക്കുന്നവനെ, അവന് ശക്തിയുണ്ട്, അവന് പല കഴിവുകളുമുണ്ട്, പക്ഷെ നമുക്ക് അവനെ ഭയപ്പെടേണ്ട. കാരണം യേശു ഒരിക്കലായിട്ട് അവനെ തോൽപ്പിച്ചതാണ്. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇവിടെ പൗലോസ് ക്രൂശിൽ പ്രശംസിക്കാനുള്ള കാരണം യേശുവിൻ്റെ ക്രൂശ് പിശാചിൻ്റെ മേൽ ജയം കൊണ്ടതാണ്. അതുകൊണ്ടാണ്. വീണ്ടും നാം അവിടെ വായിച്ച മറ്റൊരു കാര്യം 15-ാമത്തെ വാക്യത്തിൽ, ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. മനുഷ്യ ചരിത്രം നമ്മൾ പരിശോധിച്ച മനുഷ്യൻ ഏറ്റവും അധികം ഭയപ്പെടുന്നു മരണത്തെ. എന്നും മനുഷ്യൻ പരിശ്രമിച്ചത് മരണത്തെ എങ്ങനെ ജയിക്കാൻ കഴിയുമെന്നാണ്. ശാസ്ത്രം അന്വേഷിച്ചത് മരണത്തെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നാണ്. നമുക്കറിയാം, ഇത്രയൊക്കെ ശാസ്ത്രം പുരോഗമിച്ചിട്ടും ഇന്നും മരണം ജയം കൊള്ളുകയാണ്. മരണത്തെ തോൽപ്പിക്കാൻ മനുഷ്യൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, യേശു മരണത്തെ തോൽപ്പിച്ചു എന്ന്. പ്രിയമുള്ളവരെ, കാൽവരി ക്രൂശിലേക്ക് മരണം കടന്നു എന്നത് ഭയപ്പെട്ടാണെന്ന് ഞാൻ കരുതുന്നു. കാരണം യേശു പറഞ്ഞു, ഞാൻ ജീവനാണ് എന്ന്. മാത്രമല്ല, മരിച്ചവരെ അവൻ ഉയർപ്പിച്ചു. അവൻ ചെന്നിടത്ത് മരിച്ചവരൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തിനൊരു ഭയമുണ്ടായിരുന്നു ഞാൻ കരുതുന്നു. അവൻ കാൽവരി ക്രൂശിലേക്ക് കടന്നു ചെല്ലുന്നത് ഭയത്തോടെയാണ്. എന്നാൽ യേശു തൻ്റെ തലയെ ചായ്ച്ച് മരണത്തിന് തന്നെ ഏൽപ്പിക്കുമ്പോൾ മരണം അഹങ്കരിച്ചു, ഇവിടെയും ഞാൻ ജയിച്ചു, ഇനി ആരെയും ഭയപ്പെടാനില്ലെന്ന്. എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ച വാക്കിങ്ങനെയാണ്, അവൻ മരണപാശങ്ങളെ അഴിച്ചിട്ട് ജീവിച്ചെഴുന്നേറ്റു എന്നാണ്. പ്രിയമുള്ളവരെ, യേശു ക്രൂശിൽ മരിച്ചത് തോറ്റതല്ല, പിന്നെയോ മരണത്തെ ജയിക്കാൻ അവന് മരിക്കണമായിരുന്നു. അവൻ ആ മരണത്തെ തോൽപ്പിച്ച് 3-ാം നാൾ ഉത്ഥാനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, യേശുവിൻ്റെ ക്രൂശ് ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന്. ഇനി നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. മരണത്തിൻ്റെ മേലും യേശുവിൻ്റെ ക്രൂശ് ജയം കൊണ്ടതാണ്. പ്രിയമുള്ളവർ പറയട്ടെ, അപ്പോസ്തലനായ പൗലോസ് യേശുവിൻ്റെ ക്രൂശിൽ മാത്രം പ്രശംസിപ്പാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം, ഒന്ന്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായ പാപത്തിൻ്റെ പരിഹാരം യേശുവിൻ്റെ ക്രൂശിൽ മാത്രമാണുള്ളത്. 2, രോഗത്തിൻ്റെ സൗഖ്യം യേശുവിൻ്റെ ക്രൂശിലുണ്ട്. 3, മനുഷ്യ ശാപത്തിന് പരിഹാരം
യേശുവിനെ ക്രൂസിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 4, പിശാചിനെ തോൽപ്പിച്ച ഇടമാണ് യേശുവിൻ്റെ ക്രൂശ്. 5, മരണത്തിൻ്റെ മേൽ ജയം കൊണ്ട, മരണത്തിൻ്റെ അപ്രമാദിത്വം ഇല്ലാതാക്കിയ സ്ഥലമാണ് യേശുവിൻ്റെ ക്രൂശ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലൻ എനിക്കിതിൽ മാത്രം പ്രശംസിപ്പാനായിട്ടിടയാകണം എന്ന് ഓർമ്മപ്പെടുത്തിയത്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ബോധ്യം നമ്മെ ഭരിക്കണം. യേശുവിൻ്റെ ക്രൂശ് എനിക്കാവശ്യമായിരിക്കുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രശ്നത്തിൻ്റെയും പരിഹാരമാണ്, എൻ്റെ സകല ഭയത്തിൻ്റെയും പരിഹാരമാണ്. അതിൽ ജയം കൊള്ളുവാൻ, അത് ധൈര്യപ്പെടുവാൻ, അതിൽ ആശ്രയിപ്പാൻ, അതിൽ പ്രശംസിപ്പാൻ നമുക്കിടയാകട്ടെ. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ചേർന്ന് ഓർമ്മപ്പെടുത്തി ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, കാൽവരി ക്രൂശിൻ്റെ ശ്രേഷ്ഠത ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം അവിടെ കണ്ടെത്തുവാൻ, ഞങ്ങളുടെ സകല ഭാരത്തിൻ്റെയും സകല ഭയത്തിൻ്റെയും ഉത്തരം കാൽവരി ക്രൂശിൽ കണ്ടെത്തുവാൻ, യേശുവിൻ്റെ ക്രൂശ് ജയം കൊണ്ടതാണെന്ന്, പിശാചിനെ ജയിച്ചതാണ്, മരണത്തെ ജയിച്ചതാണ്, പാപത്തിന് പരിഹാരം വരുത്തിയതാണ്, രോഗത്തിൻ്റെ സൗഖ്യമാണ്, ശാപത്തിൻ്റെ മേൽ ജയം കൊണ്ടതാണെന്ന് ബോധ്യപ്പെട്ട് ജീവിപ്പാൻ എല്ലാവരും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം കൂടെ ഇരിക്കണം, തിരുനാമം മാത്രം മഹത്വം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.